ജെസ്റ്റൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ 18ാം ഡിവിഷൻ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ 18ാം ഡിവിഷനിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ നിർവഹിച്ചു. ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സൻ അധ്യക്ഷയായിരുന്നു. ഡിവിഷനിലെ മത്സ്യത്തൊഴിലാളികൾക്കായി ജീർണിച്ച ഊരാളക്കശ്ശേരി, കോണം ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ ആധുനിക രീതിയിൽ നവീകരിച്ച് CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായി സമർപ്പിച്ചു. 2022 മുതൽ 2025 വരെയുള്ള ജനകീയാസൂത്രണ പദ്ധതികൾ ഉൾപ്പെടുത്തി 35 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് 2 ഫിഷ് ലാൻഡിംഗ് സെന്ററുകളുടെയും നവീകരണം പൂർത്തിയാക്കിയത്. ലാൻഡിംഗ് സെന്ററുകൾക്ക് സൗകര്യപ്രദമാകും തരത്തിൽ 2 ഇടങ്ങളിലും ജംഗ്ഷനുകളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകളും ഉദ്ഘാടനം ചെയ്തു. കൂടാതെ ഡിവിഷനിലെ സ്ത്രീകൾക്കായി പ്രഗതി എന്ന ഒരു സൗജന്യ തൊഴിൽ പരിശീലന കേന്ദ്രം CK ശ്രീധരൻ റോഡിന് സമീപം അംഗനവാടിക്ക് മുകളിലായി മേയർ ഉദ്ഘാടനം നിർവഹിച്ചു. ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും നടത്തിയതായി അറിയിക്കുന്നു. അശ്വതി ഇവിടെ വളരെ വാചാലമായി സംസാരിച്ചത്. അശ്വതി പൊതുവെ ഓരോ കൗൺസിലർമാർക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഞാൻ സത്യത്തിൽ ആദ്യത്തെ ടൈമിൽ കൗൺസിലർ ആയിരുന്നപ്പോൾ അശ്വതിയെ പോലെ തന്നെയായിരുന്നു. എന്നെക്കുറിച്ചും ഈ പരാതി തന്നെയായിരുന്നു. നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമായിരുന്നു. പക്ഷെ പരിചയമില്ലാത്ത ആളെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല, ചിലപ്പോൾ നോക്കില്ല. നമ്മുടെ ധാരണ അങ്ങനെ ചെയ്യണ്ടല്ലോ, നമുക്ക് പരിചയമുള്ളവരോട് വർത്തമാനം പറഞ്ഞാൽ മതി എന്നായിരുന്നു. പക്ഷെ അശ്വതി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാനിവിടെ നോക്കുമ്പോൾ അശ്വതി ചിരിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അവർക്കൊരു പുഞ്ചിരിയുണ്ട്. അപ്പോൾ അവരുടെ ചിരിയാണ് നമ്മുടെ മനസ്സിലെ ചിരി എന്നതുകൊണ്ട് തന്നെ എനിക്ക് അക്കാര്യത്തിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. നിങ്ങളുടെ വളരെ കാലത്തെ ഈ 2 പ്രോജക്റ്റുകളും നിർവഹിച്ചു നിങ്ങളുടെ കൗൺസിലർ നൽകിയതിൽ ഞാൻ അശ്വതി വത്സനെ ആത്മാർത്ഥമായി ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ബിജു എൻ്റെ ചവിട്ടി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഈ വഴികൾ പലതും ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി പറഞ്ഞ ബഹുഭൂരിപക്ഷം വാഗ്ദാനങ്ങളും ഇതിനകം പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിക്കുന്നതിന് ഡിവിഷന് പ്രകടമായ മാറ്റം വരുത്തുന്നതിനും തുടർന്ന് ഇടപെടുമെന്നും കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സൻ പറഞ്ഞു. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി 100% നമ്മളെ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് അതെങ്ങനെ നടപ്പാക്കും എന്ന ഭയത്തോടു കൂടിയാണ് ഞാൻ ഓരോ തവണയും ഈ ഓരോ ദിവസങ്ങളും തള്ളി നീക്കിപ്പോയത്. ചിരിക്കാത്ത വിഷയം, കൗൺസിലർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കൈപൊക്കി കാണിക്കാത്ത വിഷമങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. അതെല്ലാം ചിരിച്ചില്ലെങ്കിലും നിങ്ങൾക്കെന്നറിയാം. പൊതുവിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും തമാശ പറയുമ്പോഴേ ചിരിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളോട് നീരസമുള്ളത് കൊണ്ട് ചിരിക്കാത്തതല്ല. എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്. പിന്നെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കൈപൊക്കി കാണിക്കാതിരുന്നത്, വണ്ടിയിൽ ബാലൻസ് ഇപ്പോഴും വലിയ. ചടങ്ങിൽ വെച്ച് വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാരങ്ങളും മാലിന്യ നിർമ്മാർജ്ജന തൊഴിലാളികൾക്ക് ഓണക്കോടിയും വിതരണം ചെയ്തു. വിദ്യാഭ്യാസ കായിക കമ്മിറ്റി ചെയർമാൻ ശ്രീ VA ശ്രീജിത്ത്, കൗൺസിലർമാരായ PS ബിജു, രചന, TMSC ഡയറക്ടർ ബോർഡ് അംഗം CR ബിജു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർച്ചന എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഞങ്ങളുടെ ആ ഒരു പ്രദേശത്തെ വലിയൊരു പ്രശ്നമായിരുന്നു വെള്ളക്കെട്ട് പ്രശ്നം. ആ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുകയും ഞങ്ങളുടെ റോഡ് ടൈൽ ചെയ്ത് തന്നു, ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. അതുപോലെ വീടുകളിൽ നിന്നുള്ള മാലിന്യ നിർമ്മാർജ്ജനം അത് റെഗുലറൈസ് ചെയ്തു. അങ്ങനെ ഓരോ. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.